ഷലോം സഹോദരങ്ങളെ, ഷബാത്ത് ഷലോം. നമുക്കറിയാമല്ലേ, വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ നമ്മൾ ശബത്ത് ആചരിക്കുന്നവരുമാണ്. പക്ഷേ ഈ ശബത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് അല്ലേ? കാരണം ഇത് പെസഹയിലുള്ള ശബത്താണ്. എല്ലാവരും പെസഹ ഭംഗിയായി ആചരിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്ക് ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതായ പെസഹയാണ് അല്ലേ? അപ്പോൾ ഇന്ന് പെസഹയ്ക്കിടയിലുള്ള ശബത്താണ്. പെസഹായിൽ മറ്റെല്ലാ ദിവസവും നമുക്ക് കുക്കിംഗ് അലൗഡാണ്. പക്ഷേ ശബത്തിൽ, അതായത് ഇന്ന് കുക്കിംഗ് അലൗഡ് അല്ല. സാധാരണ ശബത്ത് പോലെ തന്നെയാണ് ഇന്ന് ശബത്ത് ആചരിക്കേണ്ടതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകൂടെ ചെയ്യുന്നു. പെസഹായിൽ കർത്താവിൻ്റെ ദൂതൻ കടനൂൽ പുത്രന്മാരെ സംഹരിച്ചുകൊണ്ട് കടന്നുപോയപ്പോൾ ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളെ തിരിച്ചറിയാൻ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് കർത്താവ് അടയാളമിട്ടു അല്ലേ? അങ്ങനെയാണ് ഇസ്രായേൽ മക്കളെ ആ കടനൂൽ സംഹാരത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചത്. അപ്പം അതുപോലെ തന്നെ നമ്മെയും ദൈവം ശബത്തിലൂടെ അടയാളമിട്ട് വെച്ചിരിക്കുകയാണ്. ലോകാവസാനം നമുക്കറിയാം, അന്ത്യകാലം അടുത്തെടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ? സാത്താൻ മുദ്രയിട്ട അടിമകളാക്കിയ എല്ലാവരെയും ദൈവം വിധിക്കാൻ വരുമ്പോൾ നമ്മെ ദൈവം മാറ്റി നിർത്തും. അവസാനം വരെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള കഴിവ് നമുക്ക് ദൈവം തരും. കാരണം ഈ അടയാളമിട്ട് മാറ്റി വെച്ചവരെ ദൈവത്തിന് നിത്യരാജ്യത്തിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിത്യരാജ്യത്തിലെ ആബയോടൊപ്പം ശബത്ത് ആചരിക്കാനായിട്ട് ഒരുങ്ങുന്ന എൻ്റെ കൂട്ടു സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ശബാത്ത് ഷലോം. ഇനി വിഷയത്തിലോട്ട് വരാം. ഞാൻ മുന്നമേ നിങ്ങളോട് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ സമയത്ത്, അതായത് ക്രിസ്ത്യാനികൾ ഈ ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കുന്ന ഈ സമയത്ത് ക്രൂശിലെ എന്താണ് നടന്നത്, ആ യഥാർത്ഥ മർമ്മം എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ക്രിസ്ത്യാനികളോടാണ് ഞാൻ ഇന്ന് ഒരു ചോദ്യം ചോദിക്കുന്നത്. അതായത്, നിങ്ങൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ടല്ലേ, ദൈവം ക്രൂശ് മരണത്തിലൂടെയാണ് നമ്മെ രക്ഷിച്ചതെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് എന്നെ ക്രൂശ് മരണത്തിലൂടെ ദൈവം യേശുവ രക്ഷിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചെറുപ്പം മുതലേ ചിന്തിക്കാറുള്ളതാണ് അല്ലേ? അതായത് യേശുവ എന്നോ ക്രൂശിൽ മരിച്ചു, അത് എനിക്കെങ്ങനെ രക്ഷയായി എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ പല പുരോഹിതന്മാരോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ വ്യക്തമായ ഒരു മറുപടി എനിക്കൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം ക്രൂശിൽ മരിച്ചു എന്നല്ലാതെ എങ്ങനെയാണ് യേശുവ ക്രൂശ് മരണത്തിലൂടെ നമ്മെ രക്ഷിച്ചത് എന്ന് വ്യക്തമായി ഇന്ന് ഒരു ക്രിസ്ത്യാനിക്കും അറിവില്ല. ക്രിസ്ത്യാനി എപ്പോഴും കാണുന്നത് ക്രൂശിൽ ശാരീരികമായി വേദനിച്ച് കരയുന്ന യേശുവായെ മാത്രമാണ്. അതുകൊണ്ടാണ് എല്ലാ വർഷവും അതും പൊക്കിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്നാൽ മനുഷ്യ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അന്ന് ആ ക്രൂശിൽ നടന്നിട്ടുണ്ട്. അത് ബൈബിളിലെ തിരുവെഴുത്തിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഓരോരുത്തരും സ്വയമേ ചിന്തിച്ചു നോക്കിയേ. അന്ന് യേശു ആ ക്രൂശിൽ പീഡനയേറ്റ് മരിച്ചത് കൊണ്ട് നിനക്കെന്ത് നേട്ടം കിട്ടി? നമ്മുടെ പാപങ്ങൾ എങ്ങനെയാണ് യേശുവായിലൂടെ നികത്തി കിട്ടിയത്? അന്ന് അങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഇനി നമുക്ക് പാപം ചെയ്യാം, എല്ലാം ദൈവം ക്ഷമിച്ചുകൊള്ളും എന്നൊക്കെയാണോ അന്നത്തെ ആ ക്രൂശ് മരണത്തിൻ്റെ അർത്ഥം? പുരോഹിതന്മാർ പറയുന്നതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ക്രിസ്ത്യാനികളെ, അവർ പറയുന്ന പോലെ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അന്ന് യേശുവ മരിച്ചത് എന്ന് ഓർത്തുകൊണ്ട്, എന്താ പറയുക, കരഞ്ഞുകൊണ്ട് കുരിശും ചുമന്ന് നടന്നുകൊണ്ട് അതിൻ്റെ അന്തസത്ത എന്താണ് അതിൽ നടന്നത് എന്ന് മനസ്സിലാക്കാതെ ഒരുമിച്ച് കൂട്ടമായിട്ട് പോകുന്ന ഒരു കൂട്ടം, അതാണ് ഇന്ന് ക്രിസ്ത്യാനികൾ. കൊച്ചു കുട്ടികളോടൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, നീ കുറുമ്പ് കാണിക്കരുത്, കുറുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ യേശുവായുടെ കൈകളിൽ വീണ്ടും ആണി തറയ്ക്കും, വീണ്ടും മുൾക്കിരീടം അമർത്തി പിടിക്കും, അപ്പോൾ യേശുവാക്ക് വേദനിക്കും എന്നൊക്കെ പിള്ളേരോടൊക്കെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ക്രൂശ് മരണം അന്ന് കഴിഞ്ഞു. അത് കൊല്ലാക്കൊല്ലം ഓർത്ത് കരയാനുള്ളതല്ല. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങളെ ശിക്ഷിക്കണം ദൈവം അല്ലേ? അല്ലാണ്ട് നിങ്ങളെ ശിക്ഷിക്കാണ്ട് നിങ്ങൾ തെറ്റ് ചെയ്താൽ വീണ്ടും ദൈവം തന്നെ ശിക്ഷ ഏറ്റുവാങ്ങണമെന്നാണോ?
മണ്ടത്തരമായിട്ട് നിങ്ങൾ ചിന്തിക്കല്ലേ. നിനക്കുള്ള ശിക്ഷ നിനക്ക് തന്നെ ഉണ്ടാവും. അതിപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞിട്ട് കുർബാനയ്ക്ക് കാശ് കൊടുത്താൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് പൈസയുടെ ഒരു ബേസിൽ ആത്മാവിൻ്റെ രക്ഷയെ കാണുന്ന അതുപോലത്തെ ഒരു മണ്ടത്തരമായിട്ട് പോകും ഇതും. മോനെ ക്രിസ്ത്യാനി, നീ തെറ്റ് ചെയ്താൽ അതിൻ്റെ ശിക്ഷ നീ തന്നെ അനുഭവിക്കണം. പകരം അപ്പൻ അനുഭവിച്ചാൽ പോരാ കേട്ടോ. ഇന്ന് അതായത് ഇത് ദൈവത്തിൻ്റെ കോർട്ടാണ്. മനുഷ്യർക്ക് പോലും, ഒരു കൊച്ചുകുട്ടി പോലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ തന്നെ ദുർഗുണ പാഠശാലയിൽ കൊണ്ടാക്കണം അല്ലേ, അല്ലാണ്ട് അവൻ്റെ അപ്പനെ അല്ല. അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ കോടതിയാണത്. അപ്പോൾ ദൈവത്തിനും അങ്ങനെ അതുപോലെ തന്നെയില്ല, അതിനേക്കാളും വലുതല്ലേ. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ശരിക്കും എന്താണ് അന്ന് നടന്നത്? അതാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കഥ തുടങ്ങുന്നത് അന്ന് എന്താ പറയുക, അങ്ങ് തുടക്കത്തിൽ ഏദൻ തോട്ടത്തിലാണ്. അതായത് സാത്താൻ ദൈവത്തിൻ്റെ ഒരു പ്രധാന ദൂതനായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ. അവൻ്റെ പേര് ലൂസിഫർ എന്നുമായിരുന്നു. അവൻ പ്രധാന ദൂതനായതുകൊണ്ട് അവൻ ഒരുപാട് അഹങ്കരിച്ചു. കുറേ ഉത്തരവാദിത്തങ്ങൾ ദൈവം ഏൽപ്പിച്ച് കൊടുത്തിരുന്നത് കൊണ്ട്, എല്ലാ കാര്യങ്ങളും അവൻ തന്നെ ചെയ്തിരുന്നു കൊണ്ട് ഇനി ദൈവത്തിൻ്റെ ആവശ്യം എന്താ എന്ന് അവൻ അഹങ്കരിച്ച് ചിന്തിച്ച് തെറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ലൂസിഫറിനെയും അവൻ്റെ കൂടെ അതിനൊത്താശ നിന്ന കുറച്ച് കൂട്ടാളികളെയും കൂടി, ലൂസിഫറേയും കൂട്ടരെയും കൂടി ദൈവം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. പകരം അപ്പോൾ ആ സ്ഥാനത്തേക്ക് ദൈവം ആദാമിനെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത്, ആദത്തിനെ സൃഷ്ടിച്ചത്. ഭൂമിയിൽ അവന് പ്രാക്ടീസ് കൊടുക്കാൻ ആലോചിച്ചു. എന്നാൽ ആദം ജനിച്ചപ്പോൾ ഒരു വലിയ മനുഷ്യരൂപത്തിലാണെങ്കിലും മനസ്സ് കുഞ്ഞുങ്ങളെ പോലെ ആയിരുന്നു. അതായത് വക്രതയില്ല. കുഞ്ഞുങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, അവർക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടാവില്ല ജനിക്കുമ്പോൾ തന്നെ. അവർക്ക് അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കും, പിന്നെ കോൺഷ്യസ് മൈൻഡും വരും. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് കുഞ്ഞുങ്ങളിൽ ഇല്ല, പിന്നീടാണ് അത് ഓപ്പൺ ആയിട്ട് പോവുക. അതുപോലെ തന്നെ അവന് ശാരീരികമായിട്ട് വലിപ്പമുണ്ടായിരുന്നുവെങ്കിലും ഈ ആദത്തിനും ഹവ്വയ്ക്കും സബ് കോൺഷ്യസ് മൈൻഡ് അവൻ്റെ ഓപ്പൺ ആയിരുന്നില്ല, അത് അടയ്ക്കപ്പെട്ടിരുന്നു. മനസ്സിലായി? അപ്പോൾ അന്ന് ആ സൃഷ്ടികർമ്മം വായിച്ചാൽ നമുക്കറിയാൻ സാധിക്കും, ഉൽപ്പത്തിയിൽ ഭൂമിയുടെ മുഴുവൻ അവകാശവും അധികാരവും ആധിപത്യവും ഒക്കെ ദൈവം ആദത്തിന് കൊടുക്കുന്നത് നമുക്കവിടെ വായിക്കാൻ പറ്റും. എല്ലാം നീ അടക്കി വാഴൂ എന്നാണ് ദൈവം അന്ന് ആദത്തിനോട് പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി പണിയൊന്നും എടുക്കാതെ വെറുതെ ഇരുന്ന് പഴങ്ങളൊക്കെ പറിച്ച് തിന്നുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു ട്രെയിനിങ് അല്ല ദൈവം തൻ്റെ മകന് നൽകിയത്. ദൈവം എന്താ പറഞ്ഞത്? നീ തോട്ടം നനയ്ക്കാനും കാക്കാനും അല്ലേ, നീ അവിടെ ജോലിയെടുത്ത് പരിശീലിക്കുക എന്നാണ് ദൈവം അവിടെ പഠിപ്പിച്ചത്. നമുക്കത് വായിച്ചാൽ അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ നോർമലി ഇങ്ങനെ വരുമ്പോൾ ആ കടിഞ്ഞൂലവകാശം തൻ്റെ മൂത്ത മക്കളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടും. അതായത് ദൈവം ഈ അധികാരം ആധിപത്യവും ആദത്തിന് കൊടുത്തു. അപ്പോൾ ആദത്തിൽ നിന്ന് ഈ ഒരു കടിഞ്ഞൂലവകാശം, ബൈബിളിൽ മൊത്തം നമ്മൾക്ക് കാണാൻ സാധിക്കും ഈ കടിഞ്ഞൂലവകാശത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. അപ്പോൾ ഇങ്ങനെ ഈ കടിഞ്ഞൂലവകാശം അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുന്നത് തൻ്റെ മൂത്ത ആൺമക്കളിലൂടെയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കെയാണ് സാത്താന് ഇങ്ങനെ ദൈവം മനുഷ്യനെയൊക്കെ സൃഷ്ടിച്ചപ്പോൾ അസൂയ മൂത്തത്. അപ്പോൾ അവൻ എന്ത് ചിന്തിച്ചു? സ്വർഗമോ തനിക്ക് കിട്ടിയില്ല, അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയുടെ രാജാവായി എനിക്ക് വിലസാം. എന്ത്? ഈ ആദാമിൽ നിന്ന് ഈ കടിഞ്ഞൂലവകാശം, അതായത് ദൈവം കൊടുത്ത ഈ അധികാരവും ആധിപത്യത്തിൻ്റെ അവകാശവും കൈവശപ്പെടുത്തി എടുത്താൽ ഈ ഭൂമി തനിക്ക് സ്വന്തമാകില്ലേ? അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവൻ ആ കളി കളിച്ചത്. ദൈവം കഴിക്കരുത് എന്ന് പറഞ്ഞ പഴം മനുഷ്യനെ കൊണ്ട് കഴിപ്പിക്കുക, അതിലൂടെ അനുസരണക്കേട് കാണിച്ചു എന്ന് അവനെ സ്വയം തന്നെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ വന്നാൽ അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രായമാകുന്നതിന് മുൻപേ ഓപ്പൺ ചെയ്യും. അപ്പോൾ അങ്ങനെയായിരുന്നു സാത്താൻ്റെ കളി. ഈ സബ് കോൺഷ്യസ് മൈൻഡ് കർത്താവ് ഓപ്പൺ ആക്കി കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ, ആദം ജനിച്ചപ്പോൾ ശാരീരികമായി വലുതായിരുന്നുവെങ്കിലും അവൻ്റെ മനസ്സ് വളരെ ചെറുതായിരുന്നു, കുട്ടികളെ പോലെയായിരുന്നു. അപ്പോൾ അവനൊരു പ്രായമാകുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡൊക്കെ ദൈവം ഓപ്പൺ ആക്കി കൊടുക്കുമായിരുന്നു. പക്ഷെ പ്രായമാകുന്നതിന് മുൻപേ അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആക്കി കൊടുക്കാൻ
ഈ സാത്താൻ കളിച്ച കളിയാണ് ഇത്. അപ്പോൾ ഈ കളിയിൽ സാത്താൻ വിജയിച്ചു. പക്ഷേ അന്ന് അനുസരണക്കേട് കാണിച്ചതിലൂടെ അവന് ഈ സാത്താന് ആദത്തിനെ കൊണ്ടും ഹവ്വയെ കൊണ്ടും തെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റി, പക്ഷേ പാപം ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു അവസരം സാത്താന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ആദത്തിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് മാറ്റി പാർപ്പിച്ചത്. അതായത് ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പൊതുവെ പുരോഹിതന്മാർ പഠിപ്പിക്കുന്നത് ആദവും ഹവ്വയും അന്നേ പാപം ചെയ്തു എന്നാണ്. കർത്താവ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, നിങ്ങൾ ഈ പഴം കഴിക്കാൻ പാടില്ലാത്ത ഈ പഴം ഭക്ഷിച്ചാൽ അന്ന് നിങ്ങൾ മരിക്കുമെന്ന്. അപ്പോൾ അവർ മരിച്ചില്ലല്ലോ. അപ്പോൾ ദൈവം പറഞ്ഞത് നുണയായിരുന്നു? അല്ല. അതെന്താണ് അവിടെ സംഭവിച്ചത്? അതുമാണ് ഞാൻ ഈ പറഞ്ഞത്, സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആയി എന്ന്. ഈ സാത്താൻ എപ്പോഴും സബ് കോൺഷ്യസ് മൈൻഡിൽ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ ഡ്രഗ്സിനൊക്കെ അടിമപ്പെട്ടവർ, മദ്യത്തിനൊക്കെ അടിമപ്പെട്ടവരാണ് ഭൂരിഭാഗവും ഈ ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതിയായിട്ട് വരുന്നത്. അതെന്തുകൊണ്ട്? അവർ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ ചിന്തിക്കുന്നവരാണ്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് ആദത്തിന് ഓപ്പൺ ആക്കി കൊടുത്തത്. അപ്പോൾ അൺകോൺഷ്യസ് മൈൻഡ് അവനിൽ നിന്ന് നഷ്ടപ്പെടാൻ തുടങ്ങി. മനസ്സിലായോ? അൺകോൺഷ്യസ് മൈൻഡിലാണ് ദൈവപരിജ്ഞാനം എല്ലാം ഒളിഞ്ഞു കിടക്കുന്നത്. അത് നമുക്കറിയാം അല്ലേ? അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ജീവിക്കുന്ന ഒരാൾക്ക് അൺകോൺഷ്യസ് മൈൻഡ് ഇല്ലാതെയാകും. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം പറയുന്നേ, നീ ആ പഴം ഭക്ഷിച്ചാൽ മരിക്കും. ആ പഴത്തിലൊന്നും ഉണ്ടായിട്ടില്ല, അനുസരണക്കേട്, ആ ദൈവത. അപ്പോൾ അന്ന് അവിടെ സംഭവിച്ചത് എന്താണ്? തെറ്റാണ്, വെറും തെറ്റ്, പാപമല്ല. തെറ്റും പാപവും തമ്മിൽ വ്യത്യാസമുണ്ട്. തെറ്റ് എന്ന് എന്താ വെച്ചാൽ, നമ്മൾക്കിപ്പോൾ തെറ്റ് പറ്റിയാൽ അത് നമുക്ക് തന്നെ തിരുത്താം. ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ, ഒരു തെറ്റ് മനുഷ്യന് പറ്റിയാൽ അത് മനുഷ്യന് തന്നെ തിരുത്താം. പക്ഷെ പാപം ചെയ്താൽ അത് ദൈവത്തിന് മാത്രം തിരുത്താൻ പറ്റുള്ളൂ. അത് നമുക്ക് മനുഷ്യർക്ക് തിരുത്താൻ പറ്റുന്ന ഒന്നല്ല. ആ തെറ്റും പാപവും കണ്ടറിഞ്ഞ് വേണം നമ്മൾ ഓരോന്നും ചെയ്യാനായിട്ട്. ചെറിയ ചെറിയ തെറ്റുകളെ പാപങ്ങളായും വലിയ വലിയ പാപങ്ങളെ വെറും തെറ്റുകളായിട്ടും മാറ്റം സംഭവിപ്പിക്കുന്ന അല്ലെങ്കിൽ പരിവർത്തനം ചെയ്യിപ്പിക്കുന്ന ഒരു യുഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് നിങ്ങളത് അറിഞ്ഞ് തന്നെ നിങ്ങൾ ഓരോ പ്രവൃത്തിയും ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ആദവും ഹവ്വയും ഏദൻ തോട്ടത്തിൽ ചെയ്തത് വെറും തെറ്റാണ്, പാപമല്ല. അപ്പോൾ വീണ്ടും പാപം ചെയ്യാതിരിക്കാനാണ് ദൈവം അവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചത്. പക്ഷേ ഏദൻ തോട്ടത്തിൽ നിന്നും അവരെ മാറ്റി പാർപ്പിച്ചെങ്കിലും ആ സ്നേഹപിതാവ് എന്നും അവരുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരു കാവലായിട്ട്, ഒരപ്പനെ പോലെ. അതിന് പല ഉദാഹരണവും നമുക്ക് ബൈബിളിൽ കാണാം അല്ലേ? അതായത് അവർ ഈ പഴം ഭക്ഷിച്ചപ്പോൾ തങ്ങൾ നഗ്നരാണ് എന്ന് തിരിച്ചറിഞ്ഞു. ആ നിമിഷം തന്നെ ദൈവം അവരെ എന്ത് ചെയ്തു? അവർ ചെയ്ത ഈ തെറ്റിന് പരിഹാരമായിട്ട് ഒരു മൃഗത്തെ യാഗം കഴിച്ച് അതിൻ്റെ തോല് കൊണ്ട് അവരെ വസ്ത്രം ഉടുപ്പിച്ചിട്ടാണ് ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ മാറ്റി പാർപ്പിച്ചത്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ആ ഒരു പിതാവിൻ്റെ സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആദാമിൻ്റെ മൂത്ത മകൻ കയ്യിനോട് പറയുന്നുണ്ട്, നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നേ മോനെ, നീയും നല്ലത് ചെയ്താൽ സ്വീകാര്യനാവില്ലേ? അതായത് ആബേലിൻ്റെ യാഗം ദൈവം സ്വീകരിച്ചു, കയ്യിൻ്റെ യാഗം ദൈവം സ്വീകരിച്ചില്ല. അതിനെന്താ കാരണം? അതായത് മൃഗത്തെ യാഗം കഴിക്കണം പാപപരിഹാരത്തിന് വേണ്ടി എന്ന് ദൈവം അവരെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ആബേല് കുഞ്ഞാടിനെ തന്നെ ദൈവത്തിന് അർപ്പിച്ചത്. ഇത് അറിഞ്ഞിട്ടും ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഈ കയ്യിൻ്റെ ബലി ദൈവം സ്വീകരിക്കാതിരുന്നത്. അപ്പോൾ ദൈവം ചോദിക്കുകയാണ്, മോനെ നീ എൻ്റെ മുഖം എന്താ വാടിയിരിക്കണേ? നിനക്ക് നല്ലത് സ്വീകരിക്കായിരുന്നില്ലേ, നല്ലത് ചെയ്യായിരുന്നില്ലേ? നീ പാപം ചെയ്യരുത്, പാപം നിന്റെ പടിവാതിൽക്കൽ പാത്ത് നിൽക്കുകയാണ്. അവന് പാപത്തിന് നിന്നോടല്ലോ ആർത്തി എന്ന് വാണിംഗ് കൊടുക്കുന്ന ഒരു ദൈവത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കാം. അപ്പം ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ഈ ആദത്തിൻ്റെയും ഹവ്വയുടെയും മക്കളുടെയൊക്കെ കൂടെ ദൈവം നിൽക്കുകയായിരുന്നു. അവരെ തെറ്റ് ചെയ്യിപ്പിക്കാതെ, അവരെ പാപം ചെയ്യിപ്പിക്കാതെ ദൈവം അവരെ കാത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ആദാമിനെ കൊണ്ട് സാത്താന് പാപം ചെയ്യിക്കാൻ പറ്റില്ല എങ്കിലും ആദത്തിൻ്റെ കടനൂൽ സന്താനമായ കയ്യിനെ കൊണ്ട് സാത്താന്
തെറ്റു ചെയ്യിക്കാനായിട്ട് പറ്റി. മനസ്സിലായോ? അതൊരു കടിഞ്ഞൂലവകാശം കൈമാറ്റം ചെയ്യാനിരുന്നത് മൂത്ത പുത്രനായ കയീനാണ് അല്ലേ. അപ്പൊ കയീനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാൻ പറ്റി. അതുപോലെ തന്നെ ആ ഒരു പ്രവൃത്തിയിലൂടെ എന്തായി? കയീനിലുണ്ടായിരുന്ന അധികാരവും ആധിപത്യവും സാത്താൻ തട്ടിയെടുത്തു. അതായത് കയീൻ ആബേലിനെ കൊന്നതിലൂടെയാണ് പാപം ലോകത്തിലേക്ക് കടന്നു വന്നത്. പാപം അങ്ങനെ ലോകത്തിൻ്റെ രാജാവായിട്ട് മാറി. അപ്പം ഇങ്ങനെയാണ് സാത്താൻ ഭൂമിയുടെ അവകാശിയും അധികാരിയുമായത്. ആധിപത്യവും അധികാരവും ഒക്കെ അവൻ തട്ടിയെടുത്തത് ഈ ഒരു പ്രവൃത്തിയിലൂടെയാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കയീൻ പാപം ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ പിന്നീട് എന്താണ് സംഭവിക്കുക നമുക്ക് അറിയാൻ പറ്റും. പിന്നീട് കയീൻ്റെ തലമുറയിലൂടെ അല്ലേ. അപ്പോൾ പിന്നെ എല്ലാ മനുഷ്യരാശിയും പാപത്തിൻ്റെ നിയന്ത്രണത്തിലായി. സാത്താനാണ് ഈ ലോകത്തിൻ്റെ ആധിപത്യം എടുത്തത്. അപ്പോൾ നന്മ ചെയ്താലും തിന്മ ചെയ്താലും എന്താവും? സാത്താൻ തന്നെ കൊണ്ടുപോകും നരകത്തിലോട്ട്. കാരണം അവനറിയാം അവസാനം അവന് നരകം കിട്ടുമെന്ന് അല്ലേ. ലോകാവസാനം ദൈവം അവനെ തോൽപ്പിക്കുമെന്നും അവനെ നരകത്തിലിടുമെന്നും ഈ സാത്താൻ അറിയാം. ഇപ്പോഴാണ് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. അതായത് ഈ നരകത്തിൻ്റെ താക്കോല് ആരുടെ കയ്യിലാണുള്ളത്? നരകത്തിൻ്റെ താക്കോല് സാത്താൻ്റെ കയ്യിലാണോ ദൈവത്തിൻ്റെ കയ്യിലാണോ? പലർക്കും ഈ ചോദ്യം ചോദിച്ചാൽ അറിയില്ല. പലരും വിചാരിച്ചിരിക്കുന്നത് നരകത്തിൻ്റെ താക്കോല് കീ സാത്താൻ്റെ കയ്യിലാണെന്നാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ആരെങ്കിലും ഒരു ജയിലിൻ്റെ കീ കള്ളൻ്റെ കയ്യിൽ കൊടുക്കുമോ? ഇല്ലല്ലോ. കള്ളൻ്റെ കയ്യിൽ കൊടുക്കില്ല. ആ പ്രിസൻ്റെ കീ പോലീസിലായിരിക്കും ഇരിക്കുക. അപ്പം അതുപോലെ തന്നെ നരകത്തിൻ്റെ കീയും ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ അധികാരിയായ സാത്താൻ്റെ കഥ. അപ്പം ഈ നരകത്തിൽ അവൻ എന്തായാലും പോകുമെന്ന് അവനറിയാം. അപ്പോൾ അവൻ എന്ത് വിചാരിച്ചേ? ദൈവം സൃഷ്ടിച്ച ഈ ഒരു മനുഷ്യരാശിയെ മൊത്തം അവൻ നരകത്തിലേക്ക് അതുപോലെ കൊണ്ടുപോകാം. അപ്പം ഇങ്ങനെയാണ് പാപം റൂളറായത്. നമുക്കറിയാം ഇസ്രായേലിന് മുമ്പുള്ള, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യാക്കോബിൻ്റെ 12 ഗോത്രങ്ങളാണ്. അപ്പം അതിന് മുമ്പുള്ള അബ്രഹാം, നോഹ, അങ്ങനെ കുറേ പേരൊക്കെ നീതിമാന്മാരായിരുന്നു അല്ലേ. പക്ഷേ അവരും നരകത്തിൽ തന്നെ പോകുമെന്ന ഒരു അവസ്ഥയായിരുന്നു അന്ന്. എന്നാൽ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്ന ദൈവം ഒരു പ്ലാന് തയ്യാറാക്കി വെച്ചിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ലോകം തുടങ്ങുന്നതിന് മുമ്പേ, ദൈവത്തിൻ്റെ ചിന്തയിൽ ലോകം ഉണ്ടാകുന്നതിന് മുൻപേ ഉണ്ടായ സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ ദൈവത്തിന് അറിയാമായിരുന്നുണ്ടെങ്കിൽ ദൈവം എന്തിനാണ് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നല്ലേ. അപ്പോൾ ആബയ്ക്ക് ഇതെല്ലാം അറിവുണ്ടായിരുന്നതാ. നമ്മൾ എല്ലാ ആത്മാക്കളും ആബയുടെ അറിവിൽ ജനിച്ചവരാണ്, ഞാൻ പറയാറുണ്ടല്ലേ. അപ്പോൾ ദൈവം എന്താണ് ഒരു പദ്ധതി ഇട്ടു. ഈ കടിഞ്ഞൂലവകാശം, സാത്താൻ്റെ കയ്യിൽ പോയ കടിഞ്ഞൂലവകാശം അവനിൽ നിന്ന് തിരിച്ചു വാങ്ങണം. ദൈവത്തിന് തന്നെ തിരിച്ചു വാങ്ങണം. അപ്പോൾ അവിടുത്തെ മക്കൾക്കെങ്കിലും, ദൈവത്തിന് തിരിച്ചു വാങ്ങിയാൽ അതെന്തായി? ആബയുടെ മക്കൾക്കെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും ആ കടിഞ്ഞൂലവകാശം ആബയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണ് അറിവിലുണ്ടായിരുന്ന നമ്മെ, ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ രക്ഷിക്കാനായിട്ട് ദൈവമിട്ട പദ്ധതിയായിരുന്നു യേശുവ. അപ്പം അതിന് ദൈവഹിതമായിട്ട് തിരഞ്ഞെടുത്ത ഒരു ജനതയാണ് ഇസ്രായേൽ. നിങ്ങൾക്കറിയാലേ, വന്ധ്യയായിരുന്നു സാറ. പീരീഡ്സ് പോലും നിന്നുപോയ സാറയിൽ അബ്രാഹത്തിൽ നിന്ന് സാറയിൽ ഒരു മിറാക്കിളായിട്ടുള്ള ഒരു സന്തതിയെയാണ് ദൈവം കൊടുത്തത്, ഇസഹാക്ക്. അങ്ങനെ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിലൂടെ 12 ഗോത്രങ്ങൾ ഉണ്ടാക്കി. ഈ 12 ഗോത്രങ്ങളാണ് പിന്നീട് ഇസ്രായേൽ. ഈ ഗോത്രങ്ങളിൽ യൂദാ ഗോത്രത്തിൽ ആയിരുന്ന ജോസഫിൻ്റെ കടിഞ്ഞൂൽ സന്താനമായിരുന്ന ആ ഒരു സ്ഥാനം, കടിഞ്ഞൂൽ സന്താനം എന്ന സ്ഥാനം ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ വന്ന് വാങ്ങി. അതാണ് യേശുവ എന്ന യഹൂദൻ. നിങ്ങൾക്ക് പിടികിട്ടിയോ? അപ്പോൾ അവൻ്റെ കടിഞ്ഞൂലവകാശം ആർക്ക് കിട്ടി? ഈ ദൈവത്തിൻ്റെ കയ്യിൽ തിരിച്ചു കിട്ടി യേശുവായിലൂടെ. പക്ഷേ ഇസ്രായേൽ മക്കളുടെ രക്ഷ മാത്രമല്ല ദൈവം ആഗ്രഹിച്ചത്. എന്താണ്? ലോകത്തെ, അതായത് ഇനി ജനിക്കുന്നതും ഇപ്പോൾ ജനിച്ചിട്ടുള്ളതും ജനിക്കാനിരിക്കുന്നതുമായ എല്ലാ മക്കളെയും രക്ഷിക്കാൻ ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ദൈവം
നീതിമാന്മാരായ എല്ലാവരുടെയും രക്ഷ മുൻനിർത്തി ദൈവം സാത്താനെ തോൽപ്പിച്ച് അവൻ്റെ കയ്യിലിടുന്ന ആധിപത്യത്തിൻ്റെ താക്കോല് പിടിച്ചു വാങ്ങി നമുക്ക് തന്നത്. അപ്പം അതായിരുന്നു അന്ന് ക്രൂശിൽ നടന്നത്. നമുക്ക് ബൈബിളിൽ പല സ്ഥലത്തും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്ന് ക്രൂശിൽ എന്താണ് സംഭവിച്ചതെന്ന്. അതായത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2:14 അവിടെ എഴുതിയിട്ടുണ്ട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് ദൈവം അവരുടെ പോലെ ജഡരക്തങ്ങളോടുകൂടെ വന്ന് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണത്തിന് അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അങ്ങനെ അവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പം അവിടെ തന്നെ എഴുതിയിരിക്കാം, മരണത്തിൻ്റെ അധികാരിയായ പിശാചിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്ന് ക്രൂശിൽ. വീണ്ടും കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2:15 പറയുന്നുണ്ട്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ സാത്താന്റെ മേൽ ജയോത്സവം കൊണ്ടാടി അവനെ പരസ്യ കാഴ്ചയാക്കി മാറ്റി. ഇത്ര വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അന്ന് ക്രൂശിൽ നടന്നത് എന്താണെന്ന്. മനസ്സിലായോ? അപ്പോൾ അവിടെ നടന്നത് നമ്മൾ ഓർക്കാതിരിക്കാനാണ് ഈ യേശുവായുടെ ശാരീരികമായ പീഡനങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നീ കരയി അന്ന് നിന്റെ ആബ ഇങ്ങനെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ട് കൊല്ലം കരയിപ്പിക്കണേ. അന്ന് ശരിക്കും അവിടെ സംഭവിച്ചത് സാത്താൻ്റെ തോൽവിയാണ്. അത് നമ്മൾ ഓർക്കാതിരിക്കാൻ, അവൻ സംഭവിച്ച അവൻ്റെ ആ ഒരു തോൽവി ഓർമ്മിപ്പിക്കാതിരിക്കാനാണ് ദൈവത്തിൻ്റെ ആ ശാരീരിക പീഡനങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് നമ്മളെ കരയിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കരുത്. അന്ന് ക്രൂശിൽ 2 കാര്യമാണ് നടന്നത്. ഒന്ന്, യഹൂദന്മാർക്ക് കിട്ടിയ രക്ഷ. യഹൂദന്മാർക്ക് തൻ്റെ മക്കൾക്ക് കിട്ടിയ രക്ഷ, അതായത് പാപനിവൃത്തി അവർ കൊടുത്തു. പിന്നെ ഒരിക്കലും അവർ നിത്യരാജ്യത്തിലേക്കുള്ളവരാണ്. ഇത് 2 എന്ന് പറയുന്നത് സാത്താൻ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന പാപം അവൻ്റെ തന്നെ അണ്ണാക്കിൽ തള്ളി വെച്ച് കൊടുത്ത് നീതിമാന്മാരായി ജീവിക്കുന്ന എല്ലാവർക്കും രക്ഷ കിട്ടിച്ചു. അങ്ങനെ 2 സംഭവങ്ങളാണ് അന്ന് ക്രൂശിൽ നടന്നത്. ഞാനൊന്ന് വിശദീകരിച്ച് പറയാം. അതായത് ഒന്നാമത്തെ സംഭവം, യഹൂദന്മാർക്ക് എങ്ങനെയാണ് രക്ഷ കിട്ടിയതെന്ന്. അതായത് ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അവിടെ 2 ആട്ടിൻകുട്ടികളുടെ കാര്യം പറയുന്നുണ്ട്. അതായത് എല്ലാ കൊല്ലവും അവരുടെ പാപപരിഹാരത്തിനായിട്ട് പുരോഹിതൻ കുഞ്ഞാടിനെ ഹോമയാഗം ചെയ്യും. അതിൻ്റെ രക്തം കൃപാസന യാഗപീഠത്തിൽ തളിച്ച് ദൈവം ഇല്ലാതാക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ ആ വർഷമുണ്ടായിരുന്ന അവരുടെ പാപങ്ങളെല്ലാം ചുമത്തിയിട്ട് ഒരു കോലാട്ട് കൊറ്റനെ തലയിൽ കൈവച്ച് അവിടെ അഹ്റോൻ, അതായത് പ്രധാന പുരോഹിതൻ, പ്രാർത്ഥിച്ചിട്ട് മരുഭൂമിയിലേക്ക് വിടും. അത് സാത്താന് കുറി വീഴുന്ന, അസസ്സയിൽ നിന്ന് അവിടെ എഴുതിയേക്ക്, അത് സാത്താന് കുറി വീഴുന്ന ഒരു മൃഗമാണ് ആ കോലാറ്റുകൊട്ടൻ. എന്നിട്ട് ആ ആടിനെ മരുഭൂമിയിലേക്ക് വിട്ടിട്ട് മുകളിൽ നിന്ന്, അതായത് പാറയുടെ മുകളിൽ നിന്ന്, മലയുടെ മുകളിൽ നിന്ന് അത് തട്ടി വീണ് അതിൻ്റെ കുടല് പാറമേൽ തട്ടി ചിതറി ആ ജീവി അവിടെ ചാവുന്ന ആ സമയം തന്നെ യാഗപീഠത്തിൽ ചുവന്ന റിബൺ കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന ആ കുഞ്ഞാടിൻ്റെ ചുവന്ന കളറ്, ആ റിബണിൻ്റെ കളറ് വെള്ളയായിട്ട് മാറും. അങ്ങനെ പാപപരിഹാരം ഉണ്ടാകും. എന്നിട്ട് പാപമില്ലാത്ത ആ കുഞ്ഞാടിനെയാണ് അവർ യാഗമർപ്പിച്ചിട്ട് അതിൻ്റെ രക്തം അവർ കൃപാസനത്തിൽ തളിക്കുന്നത്. അപ്പോൾ ഇതാണ് ദൈവം അവർക്ക് കൊടുത്തിരുന്ന ആ ഒരു നിയമം. അതെല്ലാ കൊല്ലം അവർ ചെയ്തിരുന്നു. അപ്പോൾ ഈ ന്യായപ്രമാണത്തിനാണ് അന്ന് യേശുവായിലൂടെ ക്രൂശിൽ പൂർത്തിയായത്. ഇതാണ് ഇനി ചെയ്യേണ്ടതില്ല എന്ന് ദൈവം പറഞ്ഞത്. അല്ലാതെ ശബത്ത് പോലെയുള്ള നിത്യ നിയമങ്ങളല്ല, 10 കൽപ്പനയും അല്ല. നിങ്ങൾ മനസ്സിലാക്ക്, ഇങ്ങനെയുള്ള കുറച്ച് ന്യായപ്രമാണങ്ങളാണ് അന്നത്തോടു കൂടി പൂർത്തിയായത് അന്ന് ക്രൂശിൽ. അപ്പം ഈ സെയിം സംഭവമാണ് വീണ്ടും അവിടെ അന്ന് അരങ്ങേറിയത്. ക്രൂശിൽ പാപം പേറി കുഞ്ഞാടായിട്ട് ക്രൂശിൽ കിടന്ന യേശുവ. നിങ്ങൾ ഓർത്ത് നോക്കാതെ, നിങ്ങൾ മനസ്സിൽ കണ്ടു നോക്കുക. അതോടൊപ്പം സാത്താന് കുറി വീണ, പാപം തലയിൽ വെച്ച് പ്രാർത്ഥിച്ച് മരുഭൂമിയിലേക്ക് വിടുന്ന ആ കോലാട്ട് കൊറ്റന് ആരായിരുന്നു? യൂദാസ് ആയിരുന്നു. പാപം പേറി കിടന്ന ആ അവസ്ഥയിൽ കുരിശിൽ
പിതാവിനെ കാണാൻ സാധിക്കില്ല. യേശുവ എന്ത് ചെയ്യുമ്പോഴും ദൈവത്തോട് ചോദിച്ചിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു നിമിഷത്തേക്ക് പാപത്തിൻ്റെ അവസ്ഥയിൽ, ആ പാപമെല്ലാം തന്നിൽ ഈ കിടക്കുന്ന അവസ്ഥയിൽ തൻ്റെ പിതാവിനെ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് തലേ ദിവസം യേശുവ പറഞ്ഞത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ശാരീരികമായ പീഡനങ്ങൾ ഓർത്തിട്ടല്ല. നിങ്ങളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ തലേ ദിവസം ഈ അപ്പം മുക്കി നമ്മുടെ അപ്പം അവന് കൊടുക്കുന്നില്ലേ യൂദാസിന്, അപ്പോൾ അവനിൽ സാത്താൻ കയറി എന്ന് പറയുന്നില്ലേ. അതായത് ആ അസസ്സേലിന് കുറി വീണ ആടിനെ പോലെ തനി സാത്താനായിട്ട് മാറുകയാണ് യൂദാസ് ആ നിമിഷം മുതൽ ചെയ്തത്. അങ്ങനെ കർത്താവിനെ ഒറ്റിക്കൊടുത്ത് അവന് പശ്ചാത്താപം കൊടുത്തിട്ടും അവൻ തിരിച്ചു വന്നില്ല. അവൻ മരിക്കാൻ ആഗ്രഹിച്ചു. അവൻ എന്ത് ചെയ്തു? അവൻ മലമുകളിലുള്ള ഒരു മരത്തിൽ കെട്ടിത്തൂങ്ങി ചത്തു എന്ന് വെച്ചാൽ കെട്ടിത്തൂങ്ങിയിട്ട് ആ കയറ് പൊട്ടി അവൻ മുകളിൽ നിന്ന് പാറമേലേക്ക് അടിച്ചു വീണ് അവൻ്റെ കുടല് ചിതറിപ്പോയി. ഇതൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് അസസ്സേലിൻ്റെ ആട്, ഇവിടെ യൂദാസ്, അതാണ് റിലേറ്റബിൾ ആയിട്ട് നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ യൂദാസ് ചത്തുപോയ ആ നിമിഷം എന്തായി? യേശുവായിലുള്ള പാപം മൊത്തം ആ സാത്താൻ്റെ അണ്ണാക്കിലേക്ക് തന്നെ തിരികെ പോയി. അതേസമയം പാപമില്ലാത്ത കുഞ്ഞാടായി യേശുവ ക്രൂശിൽ യാഗമായി മരിച്ചു. അതുകൊണ്ടാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? വിലാപുറത്ത് കുത്തിയപ്പോൾ നമുക്കറിയാം അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി. അതൊരു സിക്സാഗ് മോഡലിലായിരുന്നു. അപ്പോൾ പാറ പിളർന്നു. അതിനടിയിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിരുന്ന വാഗ്ദാന പേടകത്തിലേക്ക് ആ രക്തവും വെള്ളവും ഒഴുകി. ഞാൻ ഇതിൻ്റെ കഥ നിങ്ങളോട് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വാഗ്ദാന പേടകം യുദ്ധം വന്നപ്പോൾ പുരോഹിതന്മാർ എടുത്തുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്ഥലമൊന്നും ആർക്കും അറിവുണ്ടായിരുന്നില്ല ആ കാലത്തൊന്നും. അത് ഇരുന്ന സ്ഥലമാണ് ഈ കാൽവരി ക്രൂശിൻ്റെ അടിയിൽ. ഇത് എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ വിലാപ്പുറത്തുനിന്ന് രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകിയത്? രക്തം ഒഴുകായിരുന്നെങ്കിൽ അതങ്ങോട്ട് സ്പീഡിലെത്തില്ല. രക്തവും വെള്ളവും കൂടെ ഒഴുകിയിട്ടാണ് അത് ആ പാറ ഇടുക്കിലൂടെ, ഭൂകമ്പമുണ്ടായപ്പോൾ ആ പാറ ഇടുക്കിലൂടെ അത് ആ വാഗ്ദാന പേടകത്തിലേക്ക് വീഴുകയും യഹൂദന്മാർക്ക് നിത്യമായ മോക്ഷം, പാപമോക്ഷം ലഭിക്കുകയും ചെയ്തു. ഇതും ഞാൻ ഉണ്ടാക്കി പറഞ്ഞ കഥയല്ല. നിങ്ങളുടെ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റോൺ വൈറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പേടകം കണ്ടെത്തിയതും അതിൽ യേശുവായുടെ ജീവനുള്ള രക്തത്തുള്ളികൾ കണ്ടെത്തിയതും അത് പല പല ലാബുകളിലേക്ക് അയച്ചിട്ട് അവിടുന്ന് റിസൾട്ട് വന്നപ്പോൾ അതൊക്കെ മനസ്സിലായി. അതൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി വീണ്ടും അത് ആവർത്തിക്കുന്നില്ല, ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ ഇതാണ് അന്ന് സംഭവിച്ചത്. കൊല്ലമുള്ള യാഗം പിന്നീട് വേണ്ട അല്ലേ. അവരെന്തായാലും നിത്യരാജ്യത്തിലേക്കുള്ളതാ. അപ്പോൾ ഇനിയാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് കിട്ടിയ രക്ഷ. അതെങ്ങനെ? അതായത് 1 പത്രോസ് 3:19 വായിച്ചാൽ അറിയാം. യേശുവായുടെ ക്രൂശ് മരണത്തിന് ശേഷം 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഉയർത്തെഴുന്നേറ്റത് അല്ലേ. അപ്പോൾ ഈ 3 ദിവസം എവിടെയായിരുന്നു? ആത്മാവിൽ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കിയപ്പോൾ അനുസരിക്കാത്ത അവരോട്, അതായത് അനുസരിക്കാതെ ഇരുന്നവരോട്, തടവിലിരുന്ന അവരോട്, ആ ആത്മാക്കളോട് പ്രസംഗിച്ചു എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അവരൊക്കെ തടവിലായിരുന്നു, സാത്താൻ്റെ തടവിലായിരുന്നു. നീതിമാന്മാരും ദുഷ്ടന്മാരും എല്ലാം ഒരുപോലെ. അപ്പം അവിടെ ചെന്ന് മരണശേഷം പാതാളത്തിലേക്ക് ചെന്ന് സാത്താൻ്റെ കയ്യിൽ നിന്ന് ആധിപത്യത്തിൻ്റെ താക്കോല് വാങ്ങിച്ച് യേശുവ സ്വർഗാരോഹണം ചെയ്തു. ആധിപത്യത്തിൻ്റെ താക്കോൽ അങ്ങനെ തിരികെ ദൈവത്തിൻ്റെ കയ്യിൽ വീണ്ടും എത്തി. അപ്പം ഇനി ദൈവത്തിന് തീരുമാനിക്കാം എന്ത്, ആരെ സ്വർഗത്തിൽ വിടാം, ആരെ നരകത്തിലാക്കാമെന്ന്. അങ്ങനെ എല്ലാ നീതിമാന്മാരെയും ദൈവം രക്ഷിച്ചു. അപ്പം നമ്മൾ നീതി കാട്ടിയാൽ നമുക്ക് രക്ഷ കിട്ടും അല്ലേ. പക്ഷേ ചില ഹൊറർ സിനിമകളിലൊക്കെ അവസാനം പ്രേതത്തിനെ കൊന്നതിന് ശേഷം ഒരു ഭാഗം കാണിക്കൂലേ, വീണ്ടും അത് തിരിച്ചു വരുന്ന ഒരു ഭാഗം, അത് അടുത്ത സിനിമയിലേക്കുള്ള ഒരു ത്രെഡ് പോലെ അല്ലേ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെയും ലോകത്തിൻ്റെ അധികാരം അത് ഇപ്പോഴും സാത്താൻ തന്നെയാണ്. ആധിപത്യം മാത്രമേ ദൈവത്തിൻ്റെ കയ്യിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളൂ. ഇന്നും ലോകത്തിൻ്റെ അധികാരി സാത്താൻ തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ ഈ ലോകം എൻ്റെയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കർത്താവ് ഈ ലോകം എൻ്റെയല്ല. സാത്താന് തൊടാൻ പറ്റാത്ത ഈ ഭൂമിയിലെ ഏക രാജ്യം ഇസ്രായേൽ മാത്രമാണ്. ജെറുസലേമിൻ്റെ മുകളിലാണ് മധ്യാകാശത്തിൽ അവൻ വെട്ടേറ്റ് കിടക്കുന്നത്. അവൻ താഴെ ഇറങ്ങാൻ അവിടെ സാധിക്കില്ല, കാല് കുത്താൻ സാധിക്കില്ല. കാരണം ആ രാജ്യത്തിൻ്റെ രാജാവ് ദൈവം, അത് അദോനായാണ്, ജീവനുള്ള യഥാർത്ഥ ദൈവമാണ്. അപ്പോൾ ഇതാണ് അന്ന് ക്രൂശിൽ നടന്നത്. ആ രഹസ്യം ഇതാണ്. അവൻ എന്താ പറയുക, സാത്താന് നടന്ന തോൽവി ദൈവം അവൻ്റെ മുഖത്തടിക്കുകയാണ് അന്ന് ക്രൂശിലുണ്ടായത്.
അല്ലാതെ അവിടെ ദൈവത്തിൻ്റെ ശാരീരികമായ വേദനയല്ല. അപ്പം ഇത് ഒറ്റ ക്രിസ്ത്യാനിക്ക് അറിയില്ല. ക്രിസ്ത്യാനിക്കോ എന്തിന്, ക്രിസ്ത്യാനിയെ നയിക്കുന്ന പുരോഹിതന്മാർക്ക് പോലും ഇതൊന്നും അറിയില്ല. ഇതൊക്കെ ബൈബിളിലുള്ള കാര്യം, ഉണ്ടാക്കി പറയുന്നതല്ല. നമുക്ക് ഈ മർമ്മം സിയോനിൽ നിന്ന് ഒഴുകിയതാണ്. ലോകാവസാനത്തിലേക്ക് കർത്താവ് എടുത്തു വെച്ചത്, 7-ാം കാഹളം മുഴങ്ങാനിരിക്കുന്ന ഈ സമയത്ത് റിവീൽ ചെയ്ത് നമുക്ക് തന്നത്. ശബത്ത് പോലെ തന്നെ മറക്കാതെ ഓർത്ത് ആഘോഷിക്കേണ്ട ഒരു തിരുനാളാണ് ഈ പെസഹ. പെസഹായിലാണ് നമ്മളിതെല്ലാം ഓർക്കുന്നത്. അതായത് പലരും ചോദിക്കും, നിങ്ങൾക്ക് പെസഹയുണ്ട്, അപ്പോൾ ദുഃഖ വെള്ളിയാഴ്ച ഇല്ലേ, നിങ്ങൾക്ക് ഈസ്റ്റർ ഇല്ലേ, അപ്പോൾ നിങ്ങൾ യഹൂദന്മാരെ പോലെയാണോ വിശ്വസിക്കുന്നത്, അപ്പോൾ യേശുവായിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ എന്നൊക്കെ ചോദിക്കില്ലേ. നിങ്ങളോടും പലരും ചോദിച്ചിട്ടുണ്ടാവാം. പക്ഷേ നമുക്കറിയാം അല്ലേ, അതായത് നമ്മൾ യഹൂദനെ ഫോളോ ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടി നമുക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് യഹൂദനെ കുരുടാക്കി വെച്ചേക്കാണ്, യേശുവായെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷേ നമുക്ക് അഡീഷണലായിട്ട് എന്താ കിട്ടി, നമുക്ക് അതും കൂടെ നമുക്കറിയാം. ദൈവം യേശുവായി ഭൂമിയിലേക്ക് വന്നു എന്നുള്ള സത്യം കൂടി നമുക്കറിയാം. അപ്പോൾ പെസഹ ആചരിക്കുമ്പോൾ യേശുവായുടെ ആത്മീയ പെസഹ പൂർത്തിയായതെന്ന് അറിയുന്ന നമ്മൾ പെസഹ ആചരിക്കുമ്പോൾ നമുക്കറിയാം അവിടെ യേശുവിൻ്റെ ക്രൂശ് മരണവും ഉത്ഥാനവും എല്ലാം അതിൽ തന്നെ ഉൾപ്പെടുന്നുണ്ട്. ആത്മീയ പെസഹ യേശുവായിലൂടെയാണ് പൂർത്തിയായത്. അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ ഇതാണെന്ന് ക്രൂശിൽ നടന്നത്. നിങ്ങൾ അറിയി, മറ്റുള്ളവരോട് പറയി, മറ്റുള്ളവരെ അറിയിപ്പിക്കുക. എന്നിട്ട് ആഗ്രഹമുള്ളവരെങ്കിലും അത് മനസ്സിലാക്കട്ടെ. ആഗ്രഹമില്ലാത്തവർ പിന്നെ അങ്ങോട്ട് പോകും, അവരൊക്കെ സാത്താൻ മുദ്രയിട്ട് വെച്ചേക്കുന്ന അടിമകളാണ്, അവരവരെ വഴിക്ക് പോട്ടെ. അപ്പോൾ ഇതാണ് അന്ന് ക്രൂശിൽ നടന്നത്. അല്ലാണ്ട് കുരിശും ചുമന്ന് കരഞ്ഞ് നിലവിളിച്ചു കൊണ്ട് നടക്കാനുള്ളതല്ല ഈ ദുഃഖവെള്ളിയും ദിവസങ്ങളൊക്കെ, കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഗാഗ് പെസഹ് സലേഹ്, അതായത് ഇനി എന്താ പറയുക, നമ്മൾ പെസഹയാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും പറയും, ചിലർ പറയും ചാക് പെസഹ് സമയ എന്നാണ് നമ്മൾ വിഷ് ചെയ്യുക അല്ലേ. അത് പ്രൊനൗൺസിയേഷൻ വരുന്നത്, ഞാൻ ഹീബ്രു പഠിപ്പിക്കാറുണ്ട് നിങ്ങളെ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CHAG, ചാഗ് എന്നല്ലത്, ഗാഗ് എന്നാണ്. പെസഹ് PESACH, സമ്മഹ് അതായത് SAMEACH, സമ്മഹ് എന്നാണ് അത് പറയുന്നത്. അതായത് ഗാഗ് എന്ന് വെച്ചാൽ പെരുന്നാൾ, പെസഹ് എന്ന് വെച്ചാൽ നമുക്കറിയാം പെസഹ, പിന്നെ സമഗ് എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ ഒരു നല്ല പെസഹ പെരുന്നാൾ ആഘോഷിക്കുന്നു എന്നാണ് നമ്മൾ പറയുക. ഗാഗ് പെസഹ് സമയ എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അപ്പോൾ ഞാൻ നിർത്താണ്. ഇതുവരെ കേട്ട എല്ലാവർക്കും തോതാറബ. ക്രിസ്ത്യാനികളെ ഇനിയെങ്കിലും കരഞ്ഞുകൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ എന്ന ചോദ്യം കൊണ്ട് ഞാൻ നിർത്താണ്. തോതാബ്ജി.